അതായത് കേരളത്തിലെ ഒരു കടുകട്ടി ഒരു ഇസ്ലാമിക ഒരു ഫണ്ടമെന്റൽ ഇസ്ലാം ഉണ്ട് ഇവിടെ അഹ്ലു സുന്ന എന്ന്. അതിനെ ഒരു അഴക്കുഴമ്പൻ ഒരു വേൾഡ് ഇസ്ലാമിലേക്ക് ഇവരെ താഴെ ഇറക്കുക എന്നുള്ളത് അവർക്ക് ഹിഡൻ അജണ്ട ഉണ്ട്. ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമസ്തയെ വേദിയാക്കലാണ് അവർ ലക്ഷ്യം. സമസ്തയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൈക്കലാക്കലും അവർക്ക് ഉദ്ദേശമുണ്ട്. അതായത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം ഒക്കെ വളരെ അടുത്ത് തന്നെ ഇവിടുത്തെ സുഹാബി നേതാക്കന്മാർ അവർ പല മീറ്റിങ്ങുകളും നടത്തിയിട്ടുണ്ട്. നിലവിലും അവരെ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ വല്ല സൂഫിയാണ് എന്ന് വിചാരിച്ചിട്ട് കുപ്പായത്തിൽ വരെ ഇസ്തിലാക്കുന്ന ചില മൂല്യന്മാരൊക്കെ അതിന്റെ പിന്നാലെ കൂടി കൊടുക്കുന്നുണ്ട്. അവരൊക്കെ ലക്ഷ്യം ദുനിയാവിന്റെ നാണയത്തൊട്ടുകൾ മാത്രമാണ്. ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ ഒരു ഔലിയാനും പേടിക്കണ്ട, ഒരാൾ താടി കുറിച്ച് മേപ്പെട്ട് നോക്കണം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അള്ളാന്റെ ദീനാണോ അയാളെ വില? അയാൾക്ക് താടി ഉണ്ടായും താടി ഇല്ലെങ്കിലും പേടിച്ചോളൂ. ഇല്ലേ, അതിനൊന്നൊരു വിലയില്ല. ഒന്നും പേടിക്കണ്ട. അള്ളാഹുവിനെ റസൂലിനെ പേടിക്കുന്നവർ ഇവരെ പേടിക്കണ്ട. ഇവർക്ക് ഹിഡൻ അജണ്ട ഉണ്ട്. മലബാറിലെ ഇസ്ലാം തകർക്കുക അവരെ ഹിഡൻ അജണ്ട. എന്നിട്ട് അതിനെ കൊണ്ട് ഒരു അഴകുഴമ്പൻ ഒരു വേൾഡ് ഇസ്ലാമിക് ഫേസിലേക്ക് ഇതിനെ കൊണ്ട് ഞാൻ ചേർക്കുക. അതൊക്കെ ഒരു ഹിഡൻ അജണ്ടയാണ്. പക്ഷെ അതൊന്നും നടക്കൂല. നടക്കുന്ന പോലെ വിചാരിക്കണ്ട. ഒരു റാമത്തുള്ളൊന്നും അല്ലുള്ളത്. ഇവിടെ 10,000 റാമത്തുള്ളമാർ മാളത്ത് കുത്തിരിക്കുന്നുണ്ട്. അതിനിറങ്ങും. ഇപ്പൊ പിന്നെ വല്ലാതെ ആരും പറയണ്ട. നിങ്ങൾ കണ്ടോളി. അന്ന് അവരുണ്ട് ഇറങ്ങിയാൽ 10,000 റാമത്തുള്ളമാർ ഇവിടെ ഇറങ്ങും. അനങ്ങൂല. സമസ്തനെ പൊളിക്കാനൊന്നും ഒരുത്തനും വിചാരിക്കണ്ട, നടക്കൂല. അതിന് നമ്മൾ സമസ്തയുടെ കേന്ദ്ര കമ്മിറ്റിന്റെ മേലധികാരി ആണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സമസ്തയുടെ സ്നേഹികളാണ്. നമ്മളോട് അഹ്ലു സുന്നന്റെ കാവൽക്കാരാ. അതിനൊരു പ്രശ്നവരൊക്കെ ഉണ്ടായാലേ ഇവർക്ക് വിവരറി. അത് നോക്കി നോക്കട്ടെ. യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് ഒന്നാവൂല. മര്യാദക്ക് പോയാൽ എല്ലാവർക്കും നല്ലതാണ്. ഇല്ലെങ്കിൽ ഞാൻ അവരെ കയ്യാങ്കളെടുത്ത് കൊല്ലുന്നൊന്നുമല്ല. 28 പല്ലും ഇത്ര ചില പല്ലൊക്കെ കുഞ്ഞാടിക്കണം. ഇനി നമുക്ക് പല്ലിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ നാവും ബാക്കിയുള്ള പല്ലുണ്ടായാൽ തന്നെ ഒതുങ്ങാനുള്ളവരെ കേരളത്തിലുള്ളൂ. ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തികൾ ആരായാലും ഈ പല്ലിന്റെ നാവിന്റെ ഉള്ളിൽ ഒതുങ്ങണോലെ കേരളത്തിലുള്ളൂ. അതിന്റെ അപ്പുറം തുള്ളാൻ ഒരു ബാപ്പയും ഇപ്പൊ കേരളത്തിലില്ല. ഇൻഷാ അല്ലാഹ്.